ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വിളിക്കുകയുണ്ടായി. അപ്പോൾ ആ സംസാരത്തിനിടയ്ക്ക് അവൻ പറഞ്ഞൊരു കാര്യമാണ്, അവന്റെ കുറച്ച് റിലേറ്റീവ്സിന്റെ വോട്ടുകളൊന്നും വോട്ടേഴ്സ് ലിസ്റ്റിനകത്ത് കാണുന്നില്ല. ഇപ്പോ നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റ് വളരെ ദ്രുതഗതിയിൽ റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റീബിൽഡിങ്ങിന്റെ പ്രോസസ്സിന്റെ പേര് SIR എന്നാണ്, അതായത് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ. ഇതിന്റെ കംപ്ലീറ്റ് പ്രോസസ്സ് ചെയ്യുന്നത് BLOs ആണ്. ഈ BLOs എന്താ ചെയ്യാന്ന് ചോദിച്ചാല്, അവര് ഓരോരുത്തരും നമ്മുടെ വീടുകളിൽ വരും. വന്നിട്ട് നമുക്ക് പ്രായപൂർത്തി ആയ ആൾക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ, പുതുതായിട്ട് ആയ ആൾക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലിസ്റ്റിനകത്തേക്ക് ആഡ് ചെയ്യിക്കാൻ. അല്ലാത്ത നമ്മുടെ ലിസ്റ്റിലുള്ള ആൾക്കാര് ഇപ്പൊ ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാരാണോ അല്ലോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് അവര് ഈ പുതിയ ലിസ്റ്റിനകത്തേക്ക് ആഡ് ചെയ്യാണ് ചെയ്യുക. അതിനകത്ത് പറയുന്ന നെഗറ്റീവ് പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് വൺ പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈം, വളരെ കുറച്ച് ടൈമിനുള്ളിലാണ് ഈ എൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 1.5 മാസം നമുക്ക് ടൈം ഉണ്ട്. ഈ ടൈമിനുള്ളിൽ നമ്മൾ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കണം. പിന്നെ രണ്ടാമത് പറയുന്ന ഒരു കംപ്ലൈന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പ്രവാസികൾക്ക് അവരുടെ വോട്ട് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ്. പ്രവാസികൾക്ക് അങ്ങനെ വോട്ട് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഒന്നുമില്ല. കാരണം ഈ പ്രവാസികളുള്ള വീട്ടിലത്തെ ആരെങ്കിലും ഒരാൾ എഴുതി ഒപ്പിട്ട് കൊടുത്താൽ മതി. പിന്നെ പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഈ NRCയുടെ വേറൊരു ഫോമാണ് ഇത്. അപ്പൊ NRCക്ക് അന്ന് ചോദിച്ചിരുന്ന അതേ ഡോക്യുമെന്റ്സ് ആണ് ഇപ്പോഴും ഇതിനും ചോദിക്കുന്നത്. അങ്ങനെയല്ല. അതായത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ. അതായത് നമുക്ക് ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് അടിസ്ഥാനമായിട്ടുള്ള തിരിച്ചറിയൽ രേഖകളും ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള ഒരാളുടെയും ഒരാൾക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അവരുടെ എല്ലാ വോട്ടുകളും നമുക്ക് കൃത്യമായിട്ട് ഈ ഇതിനകത്ത് രേഖപ്പെടുത്താൻ പറ്റും. പിന്നെ നമുക്ക് ഈ വക കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഉള്ള സന്തോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് BLOs ആണ് ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്നത്. അതായത് അവർ നേരിട്ട് ഓരോ വീട്ടിലും വന്നിട്ടാണ് ആൾക്കാരെ ആഡ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെയുള്ള ഈ വോട്ട് ചോരിയും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം നമ്മുടെ ഈ തൃശ്ശൂര് ഏതോ ഒരു വീട്ടിൽ നിന്ന് ഒരു 10-20 പേര് ചെന്നിട്ട് വോട്ട് ചെയ്തു, അവർ ആ വീട്ടിലുള്ളവരല്ല, പിന്നെ വീട്ടിലുള്ളവരാണെന്ന് കുറച്ച് പേര് പറഞ്ഞു, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇതൊക്കെ ഈ ഒരു പ്രശ്നം വെച്ചിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് പരിഹരിക്കാൻ പറ്റും. അതായത് കർണാടകയിലെ മഹാദേവപുരയിലൊക്കെ സംഭവിച്ച പോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം മഹാദേവപുരയിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെയുള്ള വോട്ട് ചെയ്ത ആൾക്കാരെ മുഴുവൻ നമ്മൾ അവിടെ കൊണ്ടുവന്ന അത്രയും പേർക്ക് നിൽക്കാനുള്ള സ്ഥലം പോലും അവിടെ ഇല്ല. അത്ര അധികം പേരാണ് അവിടുന്ന് വോട്ട് ചെയ്ത് പോയിട്ടുള്ളത്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ വകയിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഇത് ഈ SIR കൊണ്ട് ഒരു പരിഹാരം ചെയ്യാൻ പറ്റും എന്നാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ ഞങ്ങളുടെ ചാനലിന്റെ കണ്ടന്റുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.